ഒരു തവണ കള്ളത്തരം കാണിച്ച് പിടിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ ചീത്തപ്പേര് ഒരിക്കലും മാറില്ല എന്ന് കേട്ടിട്ടില്ല. എത്ര തേച്ചാലും മാച്ചാലും ആ ചീത്തപ്പേര് പോയില്ല എന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഒരു സംശയത്തിന്റെ കണ്ണോടെ ആയിരിക്കും നമ്മളെ നോക്കുക. ഇവനല്ല ആള്, കള്ളനാണ് ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റൂല, ഉഡ്ഡായിപ്പാണ്, കള്ളത്തരം കാണിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും പിന്നീട് ആളുകൾ നമ്മളെ വിലയിരുത്തുക. ഏകദേശം ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുണ്ട്. ആരാണെന്നല്ലേ, മറ്റാരുമല്ല, ജീവമാതാ കാരുണ്യ ഭവന്റെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരി ജില്ല. അവരെന്നെ ഒരു കാലത്ത് ഒടുക്കത്തെ നന്മമരമായിട്ടായിരുന്നു ഗിരിജ ചേച്ചി എല്ലാവരും നോക്കി കണ്ടിരുന്നത്. എന്നാൽ കുറച്ചു കാലം മുമ്പ് ഗിരിജ ചേച്ചിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും കണ്ടു. ജീവമാതാ കാരുണ്യ ഭവന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാലോ അല്ലെ. അനാഥാലയത്തിലെ അമ്മമാരെ ശരിക്കും കെയർ ചെയ്യുന്നില്ല, മര്യാദക്ക് ഫുഡ് കൊടുക്കുന്നില്ല, അനാഥാലയത്തിലേക്ക് വരുന്ന ഡൊണേഷൻ എല്ലാം ഗിരിജയും കുടുംബവും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. മര്യാദക്ക് പണിക്കൊന്നും പോകാതെ ജനങ്ങൾ അനാഥാലയത്തിന് ആവശ്യങ്ങൾക്ക് കൊടുക്കുന്ന പൈസ കൊണ്ട് ലാവിശായി ജീവിക്കുന്നു. പിന്നെ അനാമികയുടെയും വിഷ്ണുവിന്റെയും കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വേറെ, അതിനുശേഷം അനാമിക പ്രഗ്നന്റ് ആയ വിവാദങ്ങൾ വേറെയും. അങ്ങനെ നമ്മുടെ ഉദയഗിരിജ ആകെ മൊത്തത്തിൽ നാറി പണ്ടാറടിക്കുന്നു പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും പണ്ട് ചെയ്ത് കൂട്ടിയ ഉടായ്പകളുടെ എല്ലാം ഫലം ഉദയഗിരിജ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു തവണ കള്ളൻ എന്ന പേര് വീണ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് മായ്ച്ചു കളയണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് ഒരു ഡൊണേഷൻ കൊടുക്കാൻ എല്ലാവർക്കും ഇപ്പൊ നല്ല മടിയാണെന്നുള്ളതാണ്. മടി മാത്രമല്ല, പേടിയും ഉണ്ട്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ പാവങ്ങൾക്ക് ഒരു സഹായം ആയിക്കോട്ടെ എന്നൊക്കെ കരുതി കൊടുക്കുന്ന പണം ഗിരിജയും കുടുംബവും കൂടി മുക്കുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും പേടി. ഇപ്പൊ ഓണമൊക്കെ ആണല്ലോ വരുന്നത്. അനാഥാലയത്തിലെ അമ്മമാർക്ക് ഓണക്കൂടി വാങ്ങാൻ വേണ്ടി സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് ഉദയഗിരിജ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സിലാണ് ആളുകൾ ഗിരിജയോടുള്ള അവരുടെ അവിശ്വാസം രേഖപ്പെടുത്തിയത്. എന്തായാലും ഇങ്ങനെ കമന്റുകൾ വരാൻ തുടങ്ങിയതോടെ ഗിരിജ എന്താക്കി, തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് യൂട്യൂബിൽ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്തു. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. എല്ലാവർക്കും ഓണക്കൂടി വേണ്ടേ? അപ്പൊ നമ്മള് സാധാരണ നമ്മുടെ ഇവിടുത്തെ അമ്മമാരെന്ന് വെച്ചാല് ഏകദേശം ഒരേ കളറിലെ നൈറ്റിയാ നമ്മള് എടുക്കുന്നത്. കളർ ഡിസൈൻ ഒക്കെ വേറെ വേറെയാ, പക്ഷെ ജീവമാതയുടെ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അമ്മമാർക്കെല്ലാം ഏകദേശം ഒരേ കളറിലെ നൈറ്റിയാ നമ്മൾ എപ്പോഴും നമ്മുടെ ഏതൊരു അന്നദാനത്തിന്റെ വീഡിയോ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ നൈറ്റിയെ കുറിച്ച് ഞാൻ പറയാം. ആദ്യമേ അമ്മമാരെ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവമാതയുടെ ഓരോ വീഡിയോസ് നോക്കുക. അതിനകത്തെല്ലാം നമ്മൾ ഏകദേശം ഒരേപോലുള്ള കളറിലെ നൈറ്റിയെ ഇടുന്നത്. നമ്മൾ അമ്മമാർക്ക് എടുക്കുന്ന ബ്ലൗസാണ് ഇത്. നമ്മൾ തയ്പ്പിക്കുന്നതല്ല, ഇത് ആമസോണിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസാണ്. ഇതെന്ന് വെച്ചാൽ വണ്ണമുള്ളവർക്കും വണ്ണമില്ലാത്തവർക്കും എല്ലാം ഒരേപോലെ നല്ല എന്താ പറയുന്നത്, നല്ല ഷേപ്പായിട്ട് കിടക്കും. നമ്മൾ ഈ ഒരു ബ്ലൗസാണ് വാങ്ങിക്കുന്നത്. ഇത് 310 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ബ്ലൗസാണ്. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മെറൂൺ കളർ ബ്ലൗസാണ് ഉള്ളത്. നമുക്ക് ഇനി നീലയോ മഞ്ഞയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവമാതാ കാരുണ്യ ഭവന്റെ അക്കൗണ്ടിൽ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മുടെ അമ്മമാർക്ക് ഓണത്തിനുള്ള ഡ്രസ്സ് സ്പോൺസർ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരുപാട് കമന്റ് വന്നു. ഞാൻ ആദ്യമേ അതിന്റെ സെറ്റ് മുണ്ടിന്റെ റേറ്റ് 600, ഒരാൾ ചോദിച്ചു 600 രൂപ കുറഞ്ഞു വാങ്ങിക്കത്തില്ലയോ എന്ന്. നമ്മൾ അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ സെറ്റും മുണ്ടുമാണ്, അമ്മമാർക്ക് സ്ഥിരമായിട്ട് ഇവിടെ നൈറ്റിയാണ് ഇടുന്നത്. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മെഡിക്കൽ ക്യാമ്പിനും നിങ്ങൾ ജീവമാതയുടെ പോസ്റ്റ് നോക്കിയാൽ അറിയാം, നമ്മൾ വർഷത്തിൽ ഒരു സെറ്റും കൊണ്ട് ഓണത്തിന് മാത്രമേ എടുക്കാറുള്ളൂ. അതെന്ന് വെച്ചാൽ ഇച്ചിരി ക്വാളിറ്റി ആയിട്ട് കഴുകിയായാലും അത് പന്നലാവാതെ നല്ല ഈ പ്രാവശ്യം നല്ല വീതിക്കുള്ള കരയൊക്കെയുള്ള ഒരു സെറ്റും മുണ്ടും വാങ്ങിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനാണ് അതിന് 600 രൂപ വില ഇട്ടത്. പിന്നെ ഒരാൾ അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ബ്ലൗസിന് 300 രൂപയോ എന്ന്. 300 എന്ന് വെച്ചാൽ നമ്മൾ തയ്യക്കൂലി തയ്ച്ചല്ല എടുക്കുന്നത്. നമ്മൾ ബ്ലൗസ് റെഡിമെയ്ഡ് ആയിട്ട് ആമസോണിൽ നിന്ന് ഒന്നിച്ച് ഓർഡർ ചെയ്ത് നമ്മൾ അങ്ങനെയാ ബ്ലൗസ് വരുത്തുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇടാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കുറച്ച് കമന്റ്, നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെ വരാതിരിക്കും? നെഗറ്റീവ് കമന്റ്സ് വന്നില്ലെങ്കിലാണ് അത്ഭുതം. ആളുകൾക്ക് സംശയമാണ് ചേച്ചി, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളത്തരം കാണിച്ചതിന് ഒരു തവണ നിങ്ങൾ കൈയോടെ പൊക്കിയതല്ലേ. അനാഥാലയത്തിലുള്ള അമ്മമാർക്ക് നിങ്ങൾ നല്ല ഭക്ഷണം പോലും കൊടുക്കാറില്ല എന്ന് വെളിപ്പെടുത്തിയത് നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്ത ആളുകളായിരുന്നു. അങ്ങനെ എന്തെല്ലാം അലിഗേഷനാണ് നിങ്ങൾക്കെതിരെ വന്നത്, അതൊന്നും ആരും മറന്നിട്ടില്ല. അപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റുകൾ വരും, ആളുകൾ സംശയം പ്രകടിപ്പിക്കും, ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറയാനും തെളിവുകൾ കാണിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം ജനങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, നിങ്ങളായിട്ട് തന്നെ വരുത്തി വെച്ച അവസ്ഥയാണിത്. പണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കുമായിരുന്നില്ലല്ലോ, ആരും നെഗറ്റീവ് കമന്റ്സ് ഇടുകയും ചെയ്യില്ല. ഇപ്പൊ പിന്നെ ഇങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് വിശ്വാസം തിരിച്ചു പിടിക്കുന്നതിലും വലിയ ഹിമാലയൻ ടാസ്ക് വേറെ ഇല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ സംശയവും നെഗറ്റീവ് കമന്റ്സും ഒക്കെ നേരിടേണ്ടി വരും. പണ്ട് കള്ളത്തരം കാണിച്ചതിനും അഹങ്കരിച്ചതിനും ഒക്കെയുള്ള ശിക്ഷയായിട്ട് ഇതിനെ കണ്ടാൽ മതി. എന്തായാലും മക്കളി പറഞ്ഞാട്ടെ. നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഇട്ടതിനകത്ത് ഒരു കമന്റ് വന്ന്, ഒരു രാജലക്ഷ്മി ഷൈജു എന്ന് പറയുന്ന പുള്ളിക്കാരി കമന്റ് ഇട്ടേക്കുന്നത്, ക്യാഷ് അയക്കാതെ പറഞ്ഞിരിക്കുന്ന ഐറ്റം മേടിച്ച് കൊറിയർ ചെയ്യുക, പറ്റുന്നവർ അമ്മമാരുടെ കൈകളിൽ എത്തും. അപ്പൊ ഞാൻ ദേഷിച്ചൊന്നും പറയുവല്ല, നമ്മൾ കൊറിയറിൽ നിങ്ങൾ അയച്ചു തന്നാലും അമ്മമാരുടെ കൈകളിൽ അത് എത്തത്തില്ല. അതിവിടെ ഓഫീസിലേ വരുത്തുള്ളൂ. അത് അമ്മമാർക്ക് കൊടുത്തില്ല, നമ്മളത് മറച്ചു വെക്കാൻ പറ്റത്തില്ലേ?
അപ്പൊ അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അത് ക്യാഷ് ആയിട്ട് ചോദിച്ചത് അമ്മമാർക്ക് ഒരേപോലുള്ള നൈറ്റി, ഒരേപോലുള്ള ബെഡ്ഷീറ്റ്, ഒരേപോലുള്ള ബ്ലൗസ് പലരും അങ്ങനെ എടുത്തു തന്നാൽ നമ്മൾ അതെങ്ങനെ, നിങ്ങൾ ഒരു പക്ഷേ വാങ്ങിച്ച് അയച്ചു തന്നാലും നമ്മളത് ഉപയോഗിക്കും. പക്ഷെ ഓണത്തിന് ഇടത്തില്ല. ഓണത്തിന് നമ്മളെല്ലാം ഒരേപോലുള്ള ഡ്രസ്സേ ഇടത്തുള്ളൂ. ബെഡ്ഷീറ്റ് ആയാലും നമ്മൾ ബെഡിൽ ഒരേപോലുള്ള ബെഡ്ഷീറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലൗസും നമ്മൾ അതേപോലെ ഒരേപോലുള്ള ബ്ലൗസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ പുള്ളിക്കാരി ഇങ്ങനെ കമന്റ് ഇട്ടപ്പം അതിനകത്ത് ചിന്തിക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. ഈ സ്ഥാപനമല്ല വേറെ ഏതൊരു സ്ഥാപനത്തിലായാലും സാധനമായിട്ട് കൊണ്ടു ചെന്നാൽ അത് എത്തും എന്നുള്ളതിന് ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. കൊടുത്ത് അപ്പം നമുക്ക് കള്ളത്തരം കാണിക്കാനാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കള്ളത്തരം കാണിക്കാം. അങ്ങനെ കള്ളത്തരം കാണിച്ചതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ അവസ്ഥ വന്നത്. പണമായിട്ട് ആരും അയക്കണ്ട, ഓണക്കൂടെയായിട്ട് അയച്ചു കൊടുത്താൽ മതി എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. എങ്ങനെ സംഭാവന ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ പണമായിട്ട് തന്നെ സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതിന് പണമായിട്ട് തരാൻ ആർക്കെങ്കിലും നിങ്ങളുടെ വിശ്വാസം ഉണ്ടായിട്ട് വേണ്ടേ? അമ്മമാർക്ക് ഒരേ കളറിലുള്ള ഓണക്കൂടി തന്നെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ പണമായിട്ട് ചോദിക്കുന്നത്. എന്നാലൊരു കാര്യം ചെയ്തു, ഏത് കളറിലാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ആളുകൾ ആ കളർ തന്നെ വാങ്ങി അയച്ചെന്നുള്ളൂ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ലാതെ പൈസ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ പണമല്ലാതെ വസ്ത്രമായിട്ട് അയച്ചാലും അത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. പണ്ടത്തെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞതായിരിക്കുമെന്ന് കരുതുന്നു. അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയോ? എന്തോ എന്തായാലും മക്കളി കേട്ടോക്കാം. എനിക്കിപ്പോ ഈ അമ്മമാർക്ക് 1460 രൂപ ഒരാൾക്ക്, അതായത് ബെഡ്ഷീറ്റ്, ബ്ലൗസ്, ഇന്നർ എല്ലാം, നൈറ്റി എല്ലാം കൂടെ ചേർത്താ ഞാൻ അതിന്റെ റേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കേണ്ട കാര്യം എനിക്കില്ല. ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ എന്റെ സ്പോൺസർമാർക്ക് രഹസ്യമായിട്ട് അയച്ചു കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അങ്ങനല്ല. നല്ലൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം, ഇതെങ്ങനെയാ അയച്ചത്, എങ്ങനെയാ എടുക്കേണ്ടത്, എങ്ങനെയാ. നിങ്ങൾക്ക് നമ്മുടെ ജീവമാതയുടെ പോസ്റ്റ് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടല്ല വല്ലപ്പോഴും കാണുന്നവർക്കായാലും നമ്മുടെ അമ്മമാരിടുന്ന നൈറ്റി കളർ ഏകദേശം എല്ലാം ഒരേപോലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും. എനിക്ക് അറിയത്തില്ല പുള്ളിക്കാരി എന്തോ അങ്ങനെ ഇട്ടെന്ന് അറിയത്തില്ല. പിന്നെന്ന് വെച്ചാല് നമ്മള് അതിനകത്ത് പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് നെഗറ്റീവ്. ഞാൻ ചോദിക്കട്ടെ, പബ്ലിക് ആയിട്ട് ഒരു സ്ഥാപനത്തിന്റെ 10-68 പേര് താമസിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ നേരിട്ട് വരികയോ അല്ലെങ്കിൽ നേരിട്ട് ഒരമ്മ ഇവിടെ വന്ന ഒരാളോട് പരാതി പറയുക ഇതേപോലെ കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമില്ല. ഇതല്ലാതെ കുറെ യൂട്യൂബേഴ്സ് നിന്ന് ഒരു സ്ഥാപനം മെയിൻ ആയിട്ട് ജീവമാതയിൽ എന്തിടുന്ന് അതിനകത്ത് PR വർക്ക് ചെയ്ത് മൊത്തം നെഗറ്റീവ് അടിക്കാൻ ഇങ്ങനെ നിൽക്കുക. അയ്യന്റെ മോളെ, ആര് PR വർക്ക് ചെയ്തു? നിങ്ങളാണ് PR വർക്ക് ചെയ്തത്. അത്രയും വലിയ നെഗറ്റീവ് ഇമേജ് ആയിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിനെ മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത ഹ്യൂജ് PR വർക്ക് ഒക്കെ ഇവിടെ എല്ലാവരും കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ആരിതൊന്നും മറന്നിട്ടില്ല കേട്ടോ ചേച്ചി. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് തട്ടിവിടല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്? യൂട്യൂബേഴ്സ് ആണ് വിവാദം ഉണ്ടാക്കുന്നതെന്ന് അല്ലേ? കൊള്ളാലോ, PR വർക്ക്, യൂട്യൂബേഴ്സ്. ചേച്ചി ഇത് എങ്ങോട്ടാണ് ഈ പോകുന്നത്? തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും എല്ലാം PR വർക്കും യൂട്യൂബേഴ്സിന്റെ കള്ളക്കഥകളുമായിരുന്നു എന്നും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ചേച്ചി? നിങ്ങൾക്ക് പറ്റൂല. കുറെ കാലം ഒളിവിലായിരുന്നല്ലോ നിങ്ങൾ. തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ഒളിവിൽ പോയിരുന്നത്? ജീവമാത കാരുണ്യ ഭവന്റെ നടത്തിപ്പ് ചുമതലയിൽ നിന്നും കുറെ കാലം ഗവൺമെന്റ് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്നല്ലോ. തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ അങ്ങനെ മാറ്റി നിർത്തിയിരുന്നത്? നിങ്ങളുടെ ഗുണ്ടായുസവും പിടിപാടും വെച്ച് നിങ്ങൾ മാക്സിമം കളിച്ചു നോക്കി. പക്ഷെ എന്നിട്ട് നിങ്ങൾ എക്സ്പോസ്ഡ് ആയി. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്ന കമന്റ് ഇടുന്ന ആളുകളൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇതുപോലുള്ള കമന്റുകൾ നേരിടേണ്ടി വരും. തയ്യാറായിരുന്നോ? ബാക്കി പറഞ്ഞാലും നമുക്ക് അതൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കമന്റ് ഇടുമ്പോൾ ജീവമാതയ്ക്കകത്ത് നിങ്ങൾ ഒരു ഭക്ഷണത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമന്റ് ഇടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇത്രയും അമ്മമാരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആ അമ്മമാരുടെ ആ പ്രാക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഈ കമന്റ് കണ്ട് ചിലപ്പോൾ ഈ ചെയ്യുന്നവരും കൂടെ മടിക്കത്തില്ലേ? അപ്പൊ അങ്ങനെ മടിക്കുമ്പോഴത്തേന് ഈ അമ്മമാര് മനസ്സെരിഞ്ഞാലെ കൊണ്ട് അത് അവർക്കില്ലാതായത് ആര് കാരണമോ? അവർക്കില്ലാതായത് ആര് കാരണമാ? നിങ്ങൾ കാരണം. നിങ്ങൾ കാരണമാണ് ആളുകൾ ഇപ്പൊ സംഭാവന തരാൻ മടിക്കുന്നത്. നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണമാണ്. നിങ്ങൾ കള്ളത്തരം കാണിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അമ്മമാരുടെ പ്രാക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കേ കിട്ടും. ഒരു തവണ ആ പ്രാക്ക് ഏറ്റത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ അവസ്ഥയിലായത്. അതുകൊണ്ട് അമ്മമാരുടെ പ്രാക്ക് എന്നും പറഞ്ഞ് പേടിപ്പിക്കല്ല മോളെ. ഉള്ളിപ്പുണ്ട് നിങ്ങൾക്ക്. ഉടായ്പകളൊന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ അടുത്ത അടവുമായി ഇറങ്ങിയേക്കുവാണ്. ആ പാവം അമ്മമാര് പ്രാക്കും പോലും. അമ്മമാര് വെച്ച് ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്നു. കൊള്ളാലോകള്. ആ അമ്മമാരെ വെച്ച് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? എന്തായാലും മകളുടെ കേട്ടോക്കാം. അവയൊന്നും വേണ്ട, ഇന്ന വ്യക്തിയൊന്നും വേണ്ട. അവരൊന്നും മനസ്സ് ഉരുകി ഒന്ന് വിഷമിച്ചാൽ അത് ആർക്കും അത് ഭവിക്കുന്നത്? അത് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെന്ന് വെച്ചാൽ അതിനകത്ത് വേറൊരാള് ഒരു കമന്റ് ഇട്ടേക്കുന്നത്, വിഷ്ണു രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു സാറ് ഒരു കമന്റ് ഇട്ടേക്കുന്നത്, ശരിക്കും ഇവർക്കൊരു ഓണക്കോടി എന്ന് വേണം ക്യാപ്ഷൻ. അമ്മമാർക്ക് ഓണക്കോടി കൊടുക്കാൻ പരസ്യം ചെയ്യേണ്ടത് ക്യാഷ് കാൽക്കുലേഷൻ പറഞ്ഞിട്ടല്ല. പറ്റുന്നവർ ഓണക്കോടി മേടിച്ച് ട്രസ്റ്റിന്റെ പേരിൽ അയച്ചു കൊടുക്കാനാണ് പറയേണ്ടത്. അത് പറ്റാത്തവർ ക്യാഷ് കൊടും ചെയ്യും. ഇത് ഡാഡി ഗിരിജ ഫാമിലിക്ക് ഒരു ഓണം കൂടാൻ ക്യാഷ് അയക്കാൻ പറയുന്നതായിരുന്നു നല്ലത്.
എനിക്ക് ഓണം കൂടാനെ കൊണ്ട് എനിക്ക് ക്യാഷ് അങ്ങനെ നാട്ടുകാർ അയച്ചു തരേണ്ട കാര്യമില്ല. ഇപ്പൊ നല്ല അധ്വാനിയായിട്ടുള്ളൊരു ഭർത്താവ് എനിക്കുണ്ട്. എനിക്ക് എന്റെ ഏട്ടൻ ആവശ്യത്തിന് ചെലവിന് തരുന്നുണ്ട്. എന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞ് അമ്മമാരുടെ പേര് പറഞ്ഞ് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. ഓണം ഉണ്ടെങ്കിലും കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം ഇപ്പൊ ഞാൻ കള്ളത്തരം പറയരുത്. അപ്പൊ ഞാൻ കള്ളത്തരം പറയത്തുമില്ല, കള്ളത്തരം കാണിക്കത്തുമില്ല. അപ്പൊ പിന്നെ പ്രഗ്നന്റ് എല്ലായിരുന്നെങ്കിൽ കള്ളത്തരം കാണിച്ചിരുന്നതാണ്. അല്ല, അങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളു കേട്ടോ. എന്റെ പൊന്നു ചേച്ചി, ഈ കമന്റ് ഇടുന്നവരൊക്കെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ കമന്റ് ഇട്ടവർക്കൊക്കെ എന്തൊരു പരിഹാസത്തോടെയാണ് ഇവർ മറുപടി കൊടുക്കുന്നത് നോക്കൂ. ഇത്രയ്ക്കായിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല. ബാക്കി പറഞ്ഞാലോ. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് മനസ്സിലാക്കണം, ഈ നമ്മള് ഈ കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ ഒരാൾക്ക് ഓണക്കൂടി 4460 എന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തൊരു ഓണക്കൂടിയാ, അവര് നൈറ്റി അല്ലേ ഇടുന്നത്, നൈറ്റിക്ക് എത്രയാവൂ എന്ന് ഉള്ളത് കൊണ്ട് മാത്രം ഇന്നതിന് ഇത്ര രൂപ എന്ന് വെച്ച് നമ്മൾ കടയിൽ ചോദിച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേഷൻ ചെയ്ത് എടുക്കുന്നു. നമുക്ക് പൈസ തരുന്നവർക്ക് നമുക്ക് സാധനത്തിന്റെ ബില്ല് തീർച്ചയായിട്ടും ഞാൻ അയച്ചു കൊടുക്കും. ആവശ്യപ്പെടുന്നവർക്കാണെങ്കിൽ അത് വാങ്ങിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഞാൻ എടുത്ത് ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാല് ഈ ഓണക്കൂടി വാങ്ങിച്ചു തരാൻ പറയാഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ അമ്മമാരെല്ലാം ഏകദേശം ഒരേപോലുള്ള ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ അങ്ങനെയാ, അതൊരു ഭംഗിയാ എല്ലാവരും ഒരേപോലുള്ള ഡ്രസ്സ് ഇടുന്നത്. നമ്മുടെ വീട്ടിലായാലും എങ്ങനെ നമ്മൾ ഒരേപോലുള്ള ഡ്രസ്സല്ല ഇടുന്നത്. അപ്പൊ അമ്മമാർക്ക് ഒരേപോലുള്ള ഡ്രസ്സ് ഈ സെറ്റ് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വീതിയുള്ള കരയും ഒന്നി നീല ബ്ലൗസ് അല്ലെങ്കിൽ മഞ്ഞ ബ്ലൗസ്. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് അതിൽ ഒന്നിച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരോട് നിങ്ങൾ നൈറ്റി എടുത്ത് തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബെഡ്ഷീറ്റ് വാങ്ങിച്ചു തരണേ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൗസ് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവര് പല കളറാണ്. നമുക്കപ്പോൾ ഓണത്തിന് അത് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ഓണത്തിന് ഒരേപോലെ അല്ലാത്തപ്പോഴേ അന്നദാനത്തിനും അല്ലാത്ത ദിവസം മെഡിക്കൽ ക്യാമ്പ് ഹോസ്പിറ്റലിൽ പോയാൽ പോലും നമ്മൾ ഒരേപോലെയുള്ള ഡ്രസ്സ് ഇട്ടോണ്ടാ നൈറ്റി ഇട്ടോണ്ടാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അതൊരു നെഗറ്റീവായിട്ട് പൈസ അവഹരിക്കാനെ കൊണ്ട് ഒന്നുമല്ല. ഒരു അമ്മയ്ക്ക് ഒരു ഓണക്കൂടി എന്ന് വെച്ചാൽ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. നമുക്ക് സർക്കാരിന്റെ ഗ്രാന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഓരോരുത്തരും സഹായിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അമ്മമാർക്ക് ഈ അന്നദാനവും, നമുക്ക് അന്നദാനം വളരെ കുറവാണ്. എല്ലാ ദിവസവും നമുക്ക് ഫുഡ് കൊടുക്കാൻ സ്പോൺസർമാരില്ല. അപ്പൊ അന്നദാനം വളരെ കുറവാണ്, സ്പോൺസർമാരെ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പണ്ട് വിവാദം ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു അത്? ആളുകൾ അന്നദാനത്തിന് കൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് ഗിരിജയും കുടുംബവും അടിപൊളി ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നു. എന്നിട്ട് ഈ പാവം അമ്മമാർക്ക് കഞ്ഞും പയറും കൊടുക്കുന്നു. ഇതായിരുന്നു അന്ന് വരുന്ന കേട്ടിരുന്ന കാര്യം. ജീവമാതാ കാരുണ്യ ഭവനിൽ ജോലി ചെയ്തിരുന്ന ഏതൊരു പെണ്ണ് തന്നെയായിരുന്നു ഇത് വെളിപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അന്നദാനത്തിന് സ്പോൺസർ കിട്ടിയിട്ടില്ലെങ്കിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവസ്ഥ വരുത്തി വെച്ചത് ഗിരിജ തന്നെയാണ്. ബാക്കി പറഞ്ഞായിരുന്നു. എല്ലാം നമുക്ക് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ അമ്മമാർക്ക് ഓണക്കോടിയും കൂടെ കൊടുക്കാനുള്ള ഒരു സാമ്പത്തികമില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു പരസ്യം നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് ഞാൻ നമ്മുടെ സാധനങ്ങൾ, നമ്മൾ ബെഡ്ഷീറ്റ് എടുക്കുന്നത് നമ്മൾ അടൂരുള്ള SM സിൽക്കിൽ അവിടെ നമ്മൾ ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു ബണ്ടിലായിട്ട് നമ്മൾ എടുത്തിട്ട് അത് ഒരു കട്ടിലിന് 2.5 മീറ്റർ കട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരേപോലെയുള്ള ബെഡ്ഷീറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ SM നമ്പർ ഞാൻ തരാം, അതിന്റെ കളർ ഞാൻ തരാം, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. പിന്നെ നമ്മൾ ബ്ലൗസ് ആമസോണിൽ നിന്ന് അതിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്തേക്കാം. പിന്നെന്ന് വെച്ചാൽ നൈറ്റി, ഏത് നൈറ്റിയാന്ന് വെച്ചാൽ ഞാൻ അതും കൂടെ ഇന്ന് ദൈവം സഹായിച്ച് ഒരു 10-11 പേര് നമുക്ക് അമ്മമാർക്ക് ഡ്രസ്സ് എടുക്കാനെ കൊണ്ട് പൈസ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഏത് കളറാന്ന് വെച്ചാൽ ആ ഡ്രസ്സ് എടുക്കുന്ന ആ നൈറ്റിയുടെ ഫോട്ടോയും കൂടെ ഞാൻ ഇട്ടേക്കാം. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ വാങ്ങിച്ച് തന്നാൽ വളരെ സന്തോഷം. നമുക്ക് ഈ പൈസ തന്നെ വേണമെന്നില്ല. നമ്മൾ അതിനകത്ത് നമ്മൾ ഇങ്ങനെ ഇന്ന കളറ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് ഇന്നത് എന്ന് വിശദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പം പിന്നെന്ന് വെച്ചാൽ അതിനകത്തുണ്ട് ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് ഇടാനെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അങ്ങനെ പ്രൊഫൈല് അവര് ചിന്തിക്കണ്ടേ, അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു സ്ഥാപനത്തിനെതിരെ, ഒരു വീടല്ല, ഞാനൊരു വ്യക്തിയല്ല, ഇതൊരു വീടല്ല, 3-4 പേരുള്ള ഒരു വീടല്ല, ഇതൊരു അനാഥാലയമാണ്. ഇതൊരു ആരുമില്ലാത്തവരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും തെരുവിൽ നിന്നും നടക്കുന്നവരെ കൊണ്ടുവരുന്ന ആരുമില്ലാത്തവർ ഒരു സ്ഥാപനമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു കമന്റ്, എത്ര മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു നിങ്ങളൊരു കമന്റ് ഇടുന്നത്? നിങ്ങൾ ഒരു നേരത്തെ ഫുഡ് ഇവിടെ തരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ വന്ന് കുറച്ചു നേരം അമ്മമാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അവരെങ്ങനെ ഇവിടെ വന്നു? ഞാൻ ആരെയും വീടുകളിൽ പോയി നിർബന്ധിച്ച് കൊണ്ടുവരുന്നതല്ല, പൈസ തന്ന് ആരെയും നിർത്തുന്നതല്ല. ഇതെല്ലാം പോലീസ് സ്റ്റേഷന്റെയും പോലീസ് സ്റ്റേഷന്റെ കത്താണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട, അവരെ സംരക്ഷിക്കാൻ ആരുമില്ലെന്നുള്ളത്. അപ്പൊ നമ്മൾ അത്രയും ഇതെടുത്ത് ഓരോ ദിവസവും എത്ര എടുത്തുന്ന ആൾക്കാർ നമ്മളെ വിളിക്കുന്നത്, അമ്മമാരെ ഉണ്ട്, അച്ഛന്മാരുണ്ടെന്ന്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അപ്പോഴേ ഞാൻ പോയി കൊണ്ടുവരും. മക്കളൊക്കെ ഉള്ളതാണെങ്കിൽ ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാക്സിമം അവരെ ഒഴിവാക്കി വിടുന്നുമുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു അനാഥാലയം നടത്തുന്നത് അത്ര നല്ല സുഖമുള്ളൊരു കാര്യമല്ല. ഞാൻ
അത്ര സുഖമുള്ള കാര്യമല്ലെങ്കിൽ അങ്ങ് നിർത്തിയേക്ക്. എന്തിനാണ് ഇങ്ങനെ കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്നത്? സേവനമാണ്, പുണ്യമാണ്, അതുകൊണ്ടാണ് അനാഥാലയം നടത്തുന്നത് എന്നൊന്നും പറഞ്ഞു വന്നേക്കരുത്. നിങ്ങളുടെ കുടുംബം മുഴുവനും കഴിഞ്ഞിരുന്നത് ഈ അനാഥാലയത്തിൽ നിന്നും കിട്ടുന്ന പണം കൊണ്ടായിരുന്നു. ഇപ്പോ എല്ലാം അധ്വാനിക്കുന്ന ഏട്ടനൊക്കെ ഉണ്ടായത്. അതിനു മുമ്പ് എങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്നും മറക്കണ്ട. വേറെ എന്ത് ജോലിയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്? അനാഥാലയത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് എന്തോ വലിയ ത്യാഗം ചെയ്യുന്ന പോലെ ഒന്ന് സംസാരിക്കല്ലേ ഗിരിജെ. നിനക്ക് വയ്യെങ്കിൽ പറഞ്ഞോ, അനാഥാലയം വേറെ ആരെങ്കിലും നോക്കി നടത്തിക്കോളൂ. ലോകത്ത് നീ മാത്രമൊന്നുമല്ലല്ലോ അനാഥാലയം നടത്തുന്നത്. അതുകൊണ്ട് അത് വിട്. ഈ അനാഥാലയത്തിൽ ഇന്ന് ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ഗിരിജ ഒരുത്തി കാരണമാണ്. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവളൊക്കെ ഇതിന്റെ നടത്തിപ്പിൽ നിന്നും ഒഴിവാക്കുകയാണ് ശരിക്കും വേണ്ടത്. എന്നാ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നോളൂ. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി ഇവരുടെ കുടുംബത്തിൽ ഒരു മരുമോളുണ്ടല്ലോ, അനാമിക, അവളും ഇതേപോലെ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സെയിം പ്രശ്നം തന്നെയാണ് അവിടെയും. കമന്റുകൾ, പാവപ്പെട്ട അമ്മമാർക്ക് കിട്ടുന്ന പൈസ തട്ടിയെടുത്തിട്ടല്ലേ നീയും നിന്റെ ഉടായ്പ കുടുംബവും ജീവിക്കുന്നത് എന്നാണ് പലരും അനാമികയുടെ വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അനാമിക തന്നെ ഇതിനൊരു മറുപടി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിന്റെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ കുറച്ച് പേര് പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എന്താവുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വീഡിയോയുടെ സൈഡിൽ നിന്ന് റിയാക്ഷൻ വരുന്നതെന്നോ എനിക്ക് അറിയത്തില്ല. ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോഴെങ്കിലും നിങ്ങളോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് നന്നായിട്ട് തുറന്ന് പറയാനുണ്ട്. എൻ്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ ഇന്നിവിടെ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് ഇതാ 1-2 കമന്റുകൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ സ്ഥാപനത്തിലെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. 100% കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% ആ സ്ഥാപനത്തിലേക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 85% ഞങ്ങൾ എടുക്കും. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അമ്മമാർക്ക് കൊടുക്കത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ണിയാണ് ജോലിക്കൊന്നും പോകുന്നില്ല, എല്ലാം ചുമ്മാതെ, ആരും ജോലിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ എന്താ സ്ഥാപനത്തിലെ പൈസ തന്നെയാണ് ജീവിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. എന്താ എല്ലാം കടവാണ്, എല്ലാം ലോണാണ്. ഈ വീട് വെച്ചതും എല്ലാം ലോണാണ്. ഞങ്ങൾക്ക് ഒത്തിരി കടങ്ങളുണ്ട്, ഒത്തിരി കടങ്ങളുണ്ട്. ഞങ്ങൾ എവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ എല്ലാ പൈസ മറിച്ചിട്ടാണ് ഞങ്ങൾ കറങ്ങാൻ പോകുന്നതും എടുക്കുന്നതും എല്ലാം. ഇതെല്ലാം ഇപ്പം നിങ്ങളോട് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പം എത്രത്തോളം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിയണം, സ്ഥാപനത്തിലെ പൈസ ഇല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ ആരും ജോലിക്കും കൂലിക്കും ഒന്നും പോകുന്നില്ല. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് കഴിക്കുക, അമ്മമാരെ പേരും പറഞ്ഞിട്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇങ്ങനെ പറയണമെന്നായിരിക്കും നിങ്ങളിൽ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബ്സ് ഒഴിച്ച് 10% പേരെങ്കിലും ഞാൻ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ പാഷാണത്തി കൃമികൾ എന്ന് പറയുന്നില്ലേ, അതേപോലത്തെ വ്യക്തികളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അയ്യോ, അപ്പൊ ഇതുവരെ പറഞ്ഞതൊക്കെ വെറും അഭിനയമായിരുന്നു. ചേടാ, മനസ്സിലായില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു പോയി. അല്ല, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കുട്ടീന്റെ ഫാമിലി ഹിസ്റ്ററി എങ്ങനെയാണല്ലോ. സോ അമ്മമാർക്ക് കിട്ടുന്ന സംഭാവന മുഖ്യാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് അനാമിക പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം അത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ എല്ലാം അനാമികയുടെ അഭിനയമായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇങ്ങനെ അഭിനയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടി. ഇതെല്ലാം ആളുകൾക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ. കുട്ടി എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അത് ഇപ്പൊ ഒന്നും കൂടെ കാണിക്കാം. ഇതുപോലത്തെ കുറച്ച് കമന്റ്സ് ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പൊ അതിനുള്ള ഒരു മറുപടി, ആ കീടാണുക്കളെ അടയാനുള്ള ഒരു ചെറിയ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ താഴെ കമന്റ് ബോക്സിൽ പറയണം. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും പറയാം അഹങ്കാരം കൂടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും ഉണ്ണിയണ്ണനും ഉണ്ണിമോളും സെപ്പറേറ്റ് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മയും ഷൈജുണ്ണും സുൽത്താനും വർഷിച്ചേക്ക സ്ഥാപനത്തോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ചിലവെല്ലാം എന്റെ ഹസ്ബൻഡാണ് നോക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ഒരു 15,000 മേലെ സാലറി ഉണ്ട്. അങ്ങനത്തെ ഒരു ജോബിനാണ് പോകുന്നത്. അപ്പം എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിന് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. 15,000 രൂപയാണ് കുട്ടി പറയുന്ന നല്ല സാലറി, അതും ഇന്നത്തെ കാലത്ത്. ശരി, എന്നാ ബാക്കി പറഞ്ഞാട്ടെ. പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന എഫേർട്ടിന് എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. എത്രയാണെന്നൊന്നും ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇടുന്ന എഫേർട്ടിന് ഞാൻ എൻ്റെ കുഞ്ഞിനെയും നോക്കി, വീട്ടിലെ കാര്യവും നോക്കി, എൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഉണ്ണിമോളുടെ ഓരോ വിശേഷങ്ങൾ ചെയ്യുന്നതും ആ വീഡിയോകളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ച് സമയം മാറ്റി വെച്ച് എൻ്റെ ഒരു കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ദൈവം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തരുന്നുണ്ട്. അപ്പം ഞാൻ ഇടുന്ന എഫേർട്ടിനാണ് എനിക്ക് ദൈവം ആ ഒരു സാലറി പോലെ തരുന്നത്. അത് ശരി. അതിന്റെ ഇടയിൽ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ദൈവം വാങ്ങിയോ? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. കുറച്ച് നേരത്തെ വരെ നോക്കിയപ്പോ ഫേസ്ബുക്കിന് മുതലാളി സുക്കറണ്ണനായിരുന്നല്ലോ. എന്നാൽ യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ കണ്ടന്റ് ചെയ്തിട്ട് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് പ്രതിഫലം കിട്ടിയ ഏക വ്യക്തി അനാമിക ആയിരിക്കും. അനാമികനൊക്കെ ഒരു ഭാഗ്യേ. ദൈവമേ, ഈ പാവങ്ങളും കൂടി നടുക്ക് പരിഗണിച്ചേക്കണേ.
ബാക്കി പറഞ്ഞാലും. അപ്പം എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു വരുമാനം എന്നുള്ള രീതിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ഉണ്ണിമോളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പഠിത്തക്കാര്യവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതും ഷൂട്ട് ചെയ്യാതിരിക്കുന്നതും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും. അപ്പം ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറ. എൻ്റെ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ണേനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബോബി സെമ്മണ്ണൂറിൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്ത് രാവും പകലും ഇല്ലാതെ വെയിലും കൊണ്ട് മഴയും കൊണ്ട് കഷ്ടപ്പെട്ടാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എന്നെ നോക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ണിയേണ്ണൻ ജോബിന് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളുകൊണ്ട് ജോബിന് പോകുന്നുണ്ട്. ഉണ്ണിമോളെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പായപ്പോൾ ഉണ്ണിയേണ്ണൻ എനിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഉണ്ണിയേണ്ണൻ ജോലിക്ക് പോകുന്നുണ്ട്. ഉണ്ണിയേണ്ണൻ ഒരു 15 രൂപ മേളിൽ സാലറി ഉണ്ണിയേണ്ണനുണ്ട്. ഞാൻ 2 അല്ല എല്ലാരും ഒന്ന് എണ്ണി വെച്ചോളി. ഉണ്ണിയണ്ണൻ ജോലിക്ക് പോകുന്നുണ്ട്. ഉണ്ണിയണ്ണന് 10,000 രൂപ സാലറി ഉണ്ട്. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരു 10 വട്ടമെങ്കിലും ഇതേ കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ 2 വട്ടമായി. ബാക്കി വഴിയേ വരും, കണ്ടു നോക്കാം. ഞാൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല. 15-ന് മേലെ ഉണ്ണിയണ്ണന് സാലറി ഉണ്ട്. പിന്നെ ഞാൻ ഇടുന്ന എഫേർട്ടിന് ഞാൻ ഈ ഉണ്ണിമോളെ നോക്കി അവളെയും കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. ഉണ്ണിയണ്ണൻ ഉള്ള ടൈമിൽ ഉണ്ണിയണ്ണനായിരുന്നു എഡിറ്റിങ് കാര്യങ്ങളും. ഉണ്ണിയണ്ണൻ ജോലിക്ക് പോയതിന് ശേഷം തൊട്ട് എനിക്കത് പറഞ്ഞു തന്നിട്ടാണ് ഉണ്ണിയണ്ണൻ പിന്നെ പോയത്. അപ്പോൾ ഫുൾ എഡിറ്റിംഗ് കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്. ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ണിയണ്ണനാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അവളെ ഉറക്കി കിടത്തിയിട്ട് ശേഷമാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്നതിൽ എനിക്കൊരു റവന്യൂ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരും, പോസിറ്റീവ് കമൻറ്റ് വരും. പക്ഷെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് മര്യാദ കടന്നു കഴിയുമ്പോഴാണ് ഞാനത് റിയാക്ട് ചെയ്യുന്നത്. കുറേ മൈൻഡ് ചെയ്യാതെ ഞാൻ കളയുന്ന കമൻസും ഉണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, മനസ്സിലായോ? എല്ലാ ജോലിക്കും ഒരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്പോഴേ അപ്ലോഡ് ഇടുമല്ല. വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നോക്കി അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വീഡിയോ അപ്ലോഡിനിട്ട് തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പം അതിൻ്റെതായ കഷ്ടപ്പാട് ഉണ്ട്. ആ കഷ്ടപ്പാടിന് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ണിയണ്ണനും എനിക്കും വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോണും കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞോളാം. പക്ഷേ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ ചിലവായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അവളുടെ ഹോസ്പിറ്റൽ ചിലവ്, പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ ഉള്ള ഹോസ്പിറ്റൽ ചിലവ്, പിന്നെ ഞങ്ങളുടെ ചിലവ്, ഉണ്ണിമോളുടെ ചിലവ്. അപ്പം അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കഷ്ടപ്പാടിലൂടെ നേടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്കത് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 20 വയസ്സെന്നൊരു നിലയിൽ ഞാൻ പറയുവാണ്, എനിക്ക് എൻ്റെ പഠിത്തവും എൻ്റെ ഉണ്ണിമോളുടെ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഒരു വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു എമൗണ്ടും ഏണിങ്സും എന്നെക്കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് എന്നെക്കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അത് സമ്പാദിച്ച് എനിക്ക് ഉണ്ണിയണ്ണൻ്റെ പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനും ഉണ്ണിയണ്ണ അത് കൊടുക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. ഈ ഒരു ഏജിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എനിക്ക് മാസം വീട്ടിൽ ഇരുന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി എനിക്ക് വീട്ടിൽ ഇരുന്ന് കുറച്ച് നേരം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി അധ്വാനിച്ച് തന്നെയാണ് എന്നെ നോക്കുന്നത്. അത് എന്റെ പൊന്നു പോൾ ഒന്ന് നിർത്ത്, ഒരു പൊടിക്കടങ്ങ് നീ. എന്തൊരു വെറുപ്പിക്കലാണിത്. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇവളുടെ കെട്ടിയോള് മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ, പൈസ ഉണ്ടാക്കുന്നുള്ളൂ. എന്തൊരു വെറുപ്പിക്കലാണ്. ഉണ്ണിയണ്ണൻ ഒരു 15,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. അതിനെന്തിനാണ് പെണ്ണ് 15 ലക്ഷത്തിന് ഷോ ഇറക്കുന്നത്? നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അനാഥാലയത്തിൽ നിന്നും 1 ഉറുപ്പിക പോലും മുക്കുന്നില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നുള്ള നല്ലോണം മനസ്സിലാക്കുന്നത്. നിന്റെ അമ്മായിമ്മ ഗിരിജയും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്ക് അനാഥാലയത്തിൽ നിന്നും ഒന്നും കട്ടെടുക്കേണ്ട ആവശ്യമില്ല, അധ്വാനായിട്ടുള്ള ഒരു ഭർത്താവ് എനിക്കുണ്ട്, എന്നെ അയാൾ പൊന്നു പോലെ നോക്കുന്നുണ്ട്. സെയിം ഡയലോഗ് തന്നെയാണ് നിന്റെ അമ്മായിമ്മയും അടിച്ചിരുന്നത്. എന്നാലും അമ്മായിമ്മയും വരുമ്പോൾ എന്തൊരു ചേർച്ചയാണെന്ന് നോക്കിക്കേ. ബാക്കി പറഞ്ഞാലും തന്നെയാണ് എന്നെ നോക്കുന്നത്. അതായത് നിങ്ങൾ പറയും കൂട്ട് ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് സ്ഥാപനത്തിൽ കൂടെ, ആ സ്ഥാപനത്തിന്റെ ചെലവിലാണ് തിന്ന് കഴിയുന്നത്, അതിലല്ലയോ നീ അവിടെ പോയത് ഇവിടെ പോയത്. അങ്ങനെയുള്ള കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് എന്ന് വെച്ചാൽ സ്ഥാപനത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്ഥാപനം വേറെ, ഞങ്ങളുടെ ഫാമിലി വേറെ, മനസ്സിലായോ? സ്ഥാപനത്തിലെ പൈസ എടുത്തിട്ട് ഫാമിലിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. സ്ഥാപനത്തിൽ ഓരോ കാര്യങ്ങൾക്കും കണക്കും കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. അത് ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ്. ഗവൺമെന്റും കൂടെ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യ നീതി വകുപ്പ് ഇടപെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. അവിടെ കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അല്ലാതെ നിങ്ങളിൽ ഒരു 100-ൽ ഒരു 95 നല്ല ആൾക്കാരും ഒരു 5% കീടാണുക്കളും ഉണ്ട്. അപ്പൊ ഈ കീടാണുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വിചാരിക്കും കൂട്ട്
സ്ഥാപനത്തിലെ പൈസ കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ. മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആരെയും ഔദാര്യമില്ല എന്ന് വെച്ചാൽ ആരോടും കൈ നീട്ടാതെ അന്തസ്സായിട്ട് ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നതിന് എനിക്കൊരു റവന്യൂ കിട്ടുന്നുണ്ട്. ഉണ്ണേണ്ണൻ ജോലിക്ക് പോകുന്നുണ്ട്, ഉണ്ണേണ്ണനും കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതില്ലായിരുന്നെങ്കിലും ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞങ്ങളെ നോക്കുമായിരുന്നു, മനസ്സിലായോ? ഞങ്ങൾക്ക് വേറെ കടവോ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോയി ജീവിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് അതിനുള്ള ഗുണവുമുണ്ട്. അപ്പം അങ്ങനെയുണ്ട്. അത് മാത്രമല്ല, അതിലുപരി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം, നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി പേരുണ്ട്. അവരെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ആരെ മുമ്പിലും കൈ നീട്ടാതെ ഞങ്ങൾക്ക് അന്തസ്സോട് കൂടി ജീവിക്കാൻ പറ്റുന്നത്, ആരുടെയും പറ്റിക്കുകയും കവർച്ചടത്തുകയും ചെയ്യാതെ നല്ല അന്തസ്സോട് കൂടി ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഇത് എടുത്ത് റിപ്പീറ്റ് അടിച്ച് പറയുന്നൊന്നുമല്ല. ഈ കീടാണുങ്ങളുടെ ചെവിയിലേക്ക് ഇത് തറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. അപ്പം അത്യാവശ്യം ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. സ്ഥാപനത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ല. നിങ്ങൾ പറയും കൂടി ഞങ്ങൾ സ്ഥാപനത്തിലെ പൈസ തിന്നുകയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കുകയോ അങ്ങനെയൊന്നുമല്ല. ഫാമിലി വേറെ, സ്ഥാപനം വേറെ, അങ്ങനെയാണ്. സ്ഥാപനത്തിൽ ഒരു കാര്യവും എടുത്ത് ഫാമിലിയിലിട്ട് കലക്കത്തില്ല. എന്റെ പൊന്നു മോളെ, സമ്മതിച്ച് നിങ്ങൾ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് പോരെ. പക്ഷെ ഒരു കാലത്ത് നിന്റെ അമ്മായിമ്മയും കെട്ടിയനും കൂടി നടത്തിയ കള്ളത്തരങ്ങൾ കൊണ്ടാണ് ഇപ്പൊ നിനക്ക് ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ നേരിടേണ്ടി വരുന്നത്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നീയും ആ അനാഥാലയത്തിൽ ഒരു അന്തേവാസി ആയിരുന്നല്ലോ. പക്ഷെ ഇന്ന് നീ ഉദയഗിരിജയുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ടാണ് നിന്റെ വീഡിയോക്ക് താഴെയും ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.